ശ്രീ ജെ.സി. ദേവസ്വാമിന്റെ തനിമയും സ്ഥിരതയും എന്ന ആ ഒരു ശൈലി ഉദാത്തമാണ്. ഈ സാഹിത്യ സല്ലാപത്തിൽ അത് വിലയിരുത്തപ്പെടേണ്ട ഒരു ആശയം തന്നെ എന്ന നിലയിൽ ഞാനത് ഉൾക്കൊള്ളുന്നു. ഇതുവരെ ഉള്ള ഈ ചർച്ചയുടെ സല്ലാപത്തിൻ്റെ പുരോഗതി, അതിൻ്റെ ഒരു ഫ്ലോ നല്ല ഒരു നിലയിലാണ്, പരസ്പര ബന്ധിതവും പൂരകവുമായിട്ടാണ്. അതോട് ചേർന്നാണ് ശ്രീ എം വി ബാബുചാനും ബദറൻ മൂവ്മെന്റിന്റെ ആ മുന്നേറ്റത്തിന്റെ പ്രാരംഭത്തെ ടച്ച് ചെയ്തായിരുന്നു ദേവ് സാറ് സംസാരിച്ചത്. ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് പ്രിയപ്പെട്ട ബാബുചാനും ഇതുവരെ സംസാരിച്ചത്. വളരെ സുപ്രധാനമായ വിലയിരുത്തേണ്ട ചില വിഷയങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. ഡോക്ടർ അജയ് ജോൺ ഒക്കെ ആഗതനാണ്. എന്നാൽ സാന്ദർഭികം എന്നോണം ഞാനൊരു ലഘു ചോദ്യം ഓഫ് കോഴ്സ് ഡയറക്റ്റിംഗ് ടുവേർഡ്സ് മിസ്റ്റർ രാജൻ തോമസ് അടൂർ. ഇതുവരെ നാം ഈ സല്ലാപത്തിൽ പങ്കുവച്ച വിഷയങ്ങളോട് ചേർന്ന് ദേവ് സാറിന്റെ ആശയം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു. ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും എന്ന ബോധ്യവും പ്രിയ സാറ് വെളിപ്പെടുത്തി. അതേ തുടർന്നാണ് തദ്ദേശീയ സുവിശേഷകർ മിഷണറി വിദേശ മിഷന്മാരുടെ ദൗത്യത്തിന് ശേഷം എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്തു, ആ ഒരു കോൺട്രഡിക്ഷൻ ബാബുചാൻ ഊന്നൽ നൽകിയത്. അത്രയുമായപ്പോൾ ഒരു ചെറിയ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ രാജൻ തോമസ് അവர்கள் ഉത്തരം പറയാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. താങ്കളും വിദേശത്ത് ആയിരുന്നപ്പോൾ തന്നെ പല രാജ്യങ്ങളിൽ സന്ദർശിക്കുകയും അങ്ങ് വളരെ ആർജവത്വത്തോടെ ഉൾക്കൊണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, വേർപാടുകാർ വിശ്വസിക്കുന്ന സഭയുടെ ഉപദേശം. രണ്ട്, അങ്ങയുടെ ശുശ്രൂഷയിൽ വല്ല വിധേനയും യൂത്ത്സിനെ പ്രൊമോട്ട് ചെയ്ത് മുമ്പിൽ കൊണ്ടുവരണം. അപ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരു വിവാഹത്തിൽ പോലും ഒരവസരം കിട്ടിയാൽ ഫണ്ടമെന്റൽ ഡോക്ട്രിൻ അത് വെളിപ്പെടുത്തുന്നതിൽ ആർജവമുള്ള ഒരു ശുശ്രൂഷകനായി അങ്ങനെ തന്നെ ക്രമീകരിച്ചല്ലോ. ഈ വെളിച്ചത്തിൽ സുവിശേഷീകരണവും അങ്ങ് ഏറ്റവും മുൻപന്തിയിൽ നിർത്തിയിരിക്കുന്നു. ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതുപോലെ ഈ മൂന്ന് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ യുവതലമുറയോട് ഒന്ന് രണ്ട് വാക്കിൽ മാത്രം ഒതുങ്ങി അങ്ങയുടെ ഇതപര്യന്തമുള്ള മലയാളക്കരയിലെ അനുഭവം, ആഗോള വ്യാപകമായ സഞ്ചാരത്തിൽ ബ്രദറൻ ഡോക്ട്രിൻ അങ്ങ് ഉൾക്കൊള്ളുന്നത് കൊണ്ടും ഇത് അങ്ങയുടെ ഉൾത്തുടിപ്പായതുകൊണ്ടും what you have or you can to tell towards the youths in this literary sallam. ഈ ചോദ്യം സംഹാരികമായ ഒരു പ്രശ്നത്തെ ഉന്നയിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ ബ്രദർ സഭകളിലൊന്നും, അത് ഇവിടുത്തെക്കാട്ടി കൂടുതലായിട്ട് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും മാത്രമല്ല, ഒരു പദ്ധതി പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലും ന്യൂ ജനറേഷൻ ചർച്ചസിലേക്ക് നമ്മുടെ യുവതലമുറ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമാണ് എല്ലായിടത്തും. ഇതിനുള്ള കാരണം എന്താ? നമ്മളിപ്പോൾ സംസാരിച്ചതായ ആ തനിമയും സ്ഥിരതയും, ഒറിജിൻ ഓഫ് ദ ഡോക്ടറിൻ ആൻഡ് ഇറ്റ്സ് കൺസിസ്റ്റൻസി. അച്ഛൻ അതിന് പല ഉത്തരം പറയാനുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, നമുക്ക് ആ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് ദേവദാസൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് വേണേൽ മലയാളത്തിലൂടെ പറയാം. ദ ഫസ്റ്റ് ജനറേഷൻ വാസ് കെയിം ഔട്ട്, the present generation either in England or in Kerala. അപ്പോൾ ആദ്യത്തെ ആ തലമുറ യഥാർത്ഥമായിട്ട് സുവിശേഷത്തിലും അടിസ്ഥാന ഉപദേശത്തിലും തനിമ, അതിൻ്റെ ആ ദർശനം അവർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു. രണ്ടാമത്തെ തലമുറ വന്നപ്പം, അതൊക്കെ നമ്മുടെ കാലയളവിലാണ്, അവർക്കതിൻ്റെ ഇൻസ്പിറേഷൻ, പ്രചോദനം കിട്ടിയുണ്ടായി, അതിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. മൂന്നാമത്തെ തലമുറ വന്നപ്പോൾ ഇറ്റ് വാസ് ഓൺലി ഇമിറ്റേഷൻ, കൺവീനിയൻസ് ഓർ ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ മീൻസ് അനുകരണമായി. 4-5 തലമുറ വന്നപ്പോൾ, നമ്മളൊക്കെ 3-ാം തലമുറക്കാരാണ്, 4-5 തലമുറപ്പോൾ ഇറ്റ്സ് എ ടോട്ടൽ കൺഫ്യൂഷൻ ഫോർ ദം. ഇതിന് കാരണം എന്നറിയാമോ? ഇതിന് കാരണം നമ്മൾ മുമ്പേ പറഞ്ഞതായ മെറ്റീരിയലിസം. കാരണം പണം ധാരാളം കൂടി,
വിദേശ പഠനം കൂടി മാത്രമല്ല അതിനോട് ചേർന്ന് ഈ യുവതലമുറയെ പഠിപ്പിക്കുന്നത്, യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത് ചില മാനേജ്മെന്റ് തത്വങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് മാനേജ്മെന്റൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് ഈസ് ടൈം ഈസ് ഈക്വൽ ടു മണി. സമയം എന്ന് പറഞ്ഞാൽ പണം. രണ്ടാമത്തെ കാര്യം ടാലൻസ് ഈസ് ഈക്വൽ ടു മണി. നിന്റെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ പണമായിട്ട് കൺവേർട്ട് ചെയ്യാം. മൂന്നാമതായിട്ടാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം, ടാലൻസ് ആൻഡ് യുവർ എബിലിറ്റീസ് ഒക്കെ ഇതെല്ലാം പണമായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ശ്രദ്ധയിൽ ലോകത്തിന് നാനാഭാഗത്തെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതോടെ ഗ്ലോബലൈസേഷൻ മുഖേന ലോകത്തിന് നാനാഭാഗത്തെ കടന്നു പോകാനായിട്ടുള്ളതായ സാഹചര്യങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് ആഗോളപരമായിട്ട് പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഞാൻ സാധാരണ പ്രസംഗിക്കാത്ത പോലെ നോർമൽ ടൈം ജോലി ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഓവർ ടൈം ചെയ്യും, ഇത് കഴിഞ്ഞ ശേഷമാണെങ്കിൽ പാർട്ട് ടൈം ചെയ്യും. ഫലത്തിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? സഭാജീവിതത്തിന് മുൻതൂക്കം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. ഞായറാഴ്ച ക്രിസ്ത്യാനായിട്ട് മാറുകയാണ്. വന്ന് പ്രസാദം കഴിക്കുന്നത് പോലെ അപ്പം മുറിച്ചിട്ട് പോന്നു. ഇടദിവസം എന്നുള്ള യോഗത്തിന് വരാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ ഫലമായിട്ട് ഈ ഉപദേശ സത്യന്റെ തനിമയിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഇത് ഇംഗ്ലീഷിലുള്ള എഴുത്തുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ വി നോ വാട്ട് വി ആർ പ്രാക്ടീസിങ് ബട്ട് വി ഡു നോട്ട് നോ വൈ വി ആർ പ്രാക്ടീസിങ്. ഇതാണ് പറ്റിയിരിക്കുന്നത്. ഈ തലമുറയ്ക്ക് ഇത് അറിഞ്ഞുകൂടെ. കാരണം എന്ന് പറഞ്ഞാല് ഈ പിൻതലമുറ മാതാപിതാക്കൾ ഇവരെ ഉപദേശ സത്യങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിച്ചില്ല. സൺഡേ സ്കൂളിൽ പോലും ഒരു 7ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ പിന്നെ അത് ഉപദേശ സത്യങ്ങൾ ധാരാളം നമ്മുടെ തന്നെ ആ സിലബസിൽ ഉണ്ടെങ്കിലും ഇതൊന്നും പഠിക്കാനായിട്ട് പിള്ളേർ പോകത്തില്ല. ട്യൂഷന് പോകണം. ഞായറാഴ്ച പോലും കോമ്പറ്റീഷൻ ടെസ്റ്റിന് വേണ്ടിയുള്ള ട്യൂഷനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പോയി എന്തെന്നറിയാമോ, ഈ ഉപദേശ സത്യങ്ങൾ അതുകൊണ്ട് മറ്റുള്ളതായ സഭാവിഭാഗക്കാരോ ഈ ന്യൂ ജനറേഷൻ ചർച്ചസുകാരോ ഇൻക്ലൂഡിങ് പ്രോസ്പെരിറ്റി ഗോസ്പലുകാരോ അവരാണെങ്കിൽ ഈ ഉപദേശത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇവർ ആ പടയിൽ ആശയക്കുഴപ്പത്തിൽ ഇതാണോ ശരി, ഇതല്ലേ നല്ലത് എന്ന് പറഞ്ഞൊരു ആശയക്കുഴപ്പത്തിലായി. ഇത് ആ പട എച്ചം പറഞ്ഞൊരു ഫ്രെയിം വർക്ക് ഇങ്ങനെ റൺ ചെയ്യുകയാണ് സഭകളിൽ. പഴയതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. മെക്കാനിക്കൽ മൂവ്മെന്റ്, ഒരു ആത്മീയമായ ഉപദേശപരമായ ഒരു റിവൈവല് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നില്ല. ഇനിയും ഇംഗ്ലീഷിൽ പറച്ചിലുണ്ട്, ആൻ ഒപ്പീനിയൻ വിത്തൗട്ട് സജഷൻ ഈസ് യൂസ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞ ഒപ്പീനിയനാണ്, ഇതിവിടെ നടന്ന കംസമാണ്. ഇതിന്റെ ഒരു സജഷൻ വേണം. എന്താണെന്നറിയാമോ, അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സഭകളിൽ എല്ലാ കുഞ്ഞുങ്ങളും യൂത്തും എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്ത് കേവലം പ്രസംഗിക്കാൻ മാത്രമല്ല, നമ്മുടെ പ്രസംഗങ്ങളിനകത്തൊന്നും ഉപദേശമില്ല. നമ്മുടെ ഈ പറഞ്ഞ ഹാൻലി ബേർഡ് ഇതുപോലുള്ള മിഷണറിമാർ ഇന്ത്യയിൽ വന്ന് പഠിപ്പിച്ച ടീച്ചിങ് മെസ്സേജ് ആയിരുന്നു. Preaching message. I am talking about they are preaching, but they are preaching doctrines, didache, അപ്പോസ്തലിക ഉപദേശങ്ങൾ. അപ്പൊ ഈ പിന്നെ എന്നാൽ നമുക്കറിയാം, പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണം, ഉപദേശം പഠിപ്പിക്കണം. പഠിപ്പിക്കുന്ന ഡിഡാക്കെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കണം. ഇവ കലർന്ന മെസ്സേജ് കൊടുക്കുക. ഇപ്പോൾ പല സമ്മേളനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഒന്നും ഉപദേശപരമായ ഒരു പഠനവും കൊടുക്കുന്നുണ്ടില്ല. അതുകൊണ്ട് പിള്ളേർക്കാർക്ക് യുവതലമുറയ്ക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കില്ലാത്തത് കൊണ്ട് നോമിനൽ ടു നോമിനൽ എന്ന് പറഞ്ഞ പോലെ എന്താണ് അവിടെ പിന്നെ നാമധേയത്തിലേക്ക് തലമുറ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ദ ഡോക്ട്രിൻ, ബാക്ക് ടു ദ ബൈബിൾ, ബാക്ക് ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഡോക്ട്രിൻ. അതാണ് നമുക്ക് വേണ്ടത്. ദൈവം സഹായിക്കട്ടെ. We are thankful to you, sir. ഒരു സൈപ്രസ്, ബഹ്റൈൻ, US, UK ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഗ്ലോബൽ വ്യൂ പോയിന്റ് പ്രിയ സാറിന് ഉണ്ടായിരുന്നത് കൊണ്ട് രാജൻ തോമസ് സാർ അതിന് വളരെ ഉചിതമായ മറുപടി നൽകി. എന്തുകൊണ്ട് ഇതൊരു പരിശുദ്ധാത്മ നിയന്ത്രണമാണ്. ഇന്ന് രാവിലെ വാഹനത്തിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരാൾ പറഞ്ഞു മറ്റൊരാളോട്, ഇത് പെട്ടെന്നായിരുന്നു ഈ ഒരു കാര്യം സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ആൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. വിതിൻ നോ ടൈം ആശയം മനോധാരയിൽ ഉജ്ജ്വലമായി എത്തിയപ്പോൾ ഡോക്ടർ OJ ജോൺ സാറ് തന്നെയാണ് ഇത്രത്തോളം ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ മാനുഷിക ബീജാപാപം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ. അടുത്തത് ഈ സല്ലാപത്തിലെ
വളരെയേറെ ശ്രദ്ധേയമായ ഒരു മേഖലയിലേക്ക് ഞാൻ ഈ ആദരണീയരായ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ആ കാര്യം ഒന്ന് വിലയിരുത്താൻ ഞാൻ ഡോക്ടർ OJ ജോൺ സാർ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. 1910 മുദ്രിതമായി നമ്മുടെ കൈകളിലെത്തിയ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാണ് നാം ചിരപരിചിതരായിരിക്കുന്നത്. അതിനെ പുരസ്കരിച്ചും വന്നെത്തിയ ഒരു പാതിരി സാഹിത്യ ശൈലിയുണ്ട് ഇന്നലകളിൽ. സാറ് ജയസീദേവ് സാറ് 2 പുസ്തകങ്ങൾ ആ മേഖലയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സാറൊരു ഞാൻ പറയട്ടെ, ഇപ്പം സമകാലിക സാഹിത്യകാരന്മാർ ഡോക്ടർ സുകുമാർ അഴീക്കോട്, അതുപോലെ പെരുമ്പടവം ശ്രീധരൻ, ഇങ്ങനെയൊക്കെയുള്ളവരോട് നമ്മുടെ സമൂഹത്തിൽ ബന്ധം കിട്ടിയ അനവധി എഴുത്തുകാരോ സാഹിത്യകാരോ ഇല്ല. മറ്റൊന്ന്, സെക്കുലർ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള എഴുത്തുകാരും നമ്മുടെ നടുവിലേറെ ഇല്ല. പക്ഷെ ഈ സാഹിത്യ സല്ലാപത്തിൻ്റെ തനത് പ്രത്യേകത, വൈശിഷ്ട്യം, ഡോക്ടർ OJ ജോൺ സാറിൻ്റെ രചന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഐച്ഛിക പാഠ്യവിഷയമായി സ്വീകരിച്ചു. അതുപോലെ തന്നെ സെക്കുലർ സാഹിത്യ രംഗം എന്താണ് എന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇരുത്തം എന്ന നിലയിൽ വിലയിരുത്താൻ പര്യാപ്തനായ ഏക വ്യക്തിത്വം ശ്രീമാൻ JC ദേവ് സാറ് തന്നെയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ ഡോക്ടർ OJ ജോൺ സാറിനോട് ഉത്തരം പറയേണ്ടതിനായിട്ട് ഉന്നയിക്കുന്നു. സർ, ഈ 19-ാം നൂറ്റാണ്ടിലെ ആ ശൈലിയെ ഉപജീവിച്ചുകൊണ്ട് ഉള്ള പ്രഭാഷണം അല്ലെങ്കിൽ എഴുത്ത് ശൈലികളാണ് ഇന്നും നമ്മുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സാഹിത്യ രംഗത്ത് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തിയില്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ വിമർശനമാകരുത്. രാജൻ സാർ ആവേശം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിങ്ങി വിങ്ങിയിരിക്കുന്ന ആ സാധനം ബോംബിന് തീ കൊടുക്കുന്ന പോലെ അദ്ദേഹത്തിന് 3 മിനിറ്റ് ഒന്നും കിട്ടത്തില്ല എന്നെനിക്കറിയാം. അദ്ദേഹം അതിൽ ഒതുക്കി നിർത്തിയതാണ്. അതുകൊണ്ട് സാറും ഇത് വാചാലനാകും എന്ന് ഞാൻ കരുതി പോകുന്നു. പക്ഷേ സ്വയം നിയന്ത്രിച്ച ഒരു സാമാന്യ വിശദീകരണം നൽകണം. നമ്മുടെ ഒരു സൂം മീറ്റിംഗ് ഇങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. എൻ്റെ അമ്മ, 88 വയസ്സുള്ള എൻ്റെ അമ്മ വൈകിട്ട് ആ സൂം മീറ്റിംഗ് കേൾക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ, അതായത് നാം കാണുന്നതായിരിക്കുന്നതായ ഒരു സത്യമുണ്ട്, അത് ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. അത് പറയുമ്പോൾ തക്കവണ്ണം നമ്മൾ വചനത്തിൽ കാണുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ കുറവുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോൾ പറയാൻ ഇടവരുന്നൊരു കാര്യം, അതായത് ഇതിന് തക്കവണ്ണം നമ്മുടെ സഭകളിൽ എന്താ ഈ ആൾ പറയുന്നതെന്ന് എനിക്കൊന്നും 88 വയസ്സുള്ള എൻ്റെ അമ്മ ശ്രദ്ധിക്കുകയാണ്. ഇതൊരു സാഹിത്യ സല്ലാപമായതുകൊണ്ട് ഡോക്ടർ OJ ജോൺ സാറാണ് ഈ കാര്യം വിലയിരുത്തി ആധികാരികമായി ഒന്ന് പറയുവാൻ യോഗ്യനെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ഡോക്ടർ OJ ജോൺ. ആങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാള ബൈബിൾ പരിഭാഷ നടന്നിട്ട് 200 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അക്കാലത്തൊരു സാഹിത്യ ഭാഷ ഉണ്ടായിരുന്നു. പ്രസിദ്ധരായ മലയാള സാഹിത്യകാരന്മാരോടൊപ്പം എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ പണ്ഡിതന്മാരും ഈ പരിഭാഷയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു, 200 വർഷം പിന്നിട്ടിരിക്കുമ്പോൾ ആ ഒരു ഭാഷ ഇപ്പോൾ പല പ്രയോഗങ്ങൾ, ആ ഭാഷയിലെ പ്രയോഗങ്ങൾ പലപ്പോഴും നിലവിലില്ല. അതിന് ബൈബിൾ സൊസൈറ്റി ഒരു പരിഷ്കരണം നടത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതും പരാജയപ്പെടുകയുണ്ടായി. അതുകൊണ്ട് നാമായിട്ട് ഈ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ ആധുനിക മലയാളവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാത്ത കാലത്തോളം ആ പാതിരി മലയാളം ഇപ്പോഴും അനുകരിക്കേണ്ട, അതിൻ്റെ ചുവട് പിടിച്ചൊരു സാഹിത്യ രചനകളും പ്രഭാഷണവും നടത്തേണ്ട ഗതികേട് നമുക്കുണ്ടായിരിക്കുക. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാതിരി ഭാഷയാണെങ്കിൽ അതിൽ നിന്ന് അധപ്പതിച്ചപ്പോൾ ഉപദേശി ഭാഷയായി സ്വീകരിക്കുക. ആ പ്രയോഗങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പരിഹസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങൾ
ഇപ്പോൾ പ്രയോഗത്തിലില്ല. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം വായുണ്ട്, അതിനെ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഗ്രാമർ പോലും തെറ്റ് മാത്രമല്ല, ആ പദങ്ങൾ പോലും ഇപ്പോൾ ഉപയോഗത്തിലില്ല. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഏകദേശം അരമണിക്കൂറോളം സ്വർഗത്തിൽ മൗനതയുണ്ടായി. ഗുരുതരമായ 2 ഭാഷാ തെറ്റുകളാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഓളം എല്ലാം ഒന്ന് തന്നെയാണ്. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ മതി, അരമണിക്കൂറോളം എന്ന് പറയാം. ഏകദേശം അരമണിക്കൂറോളം എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. 2ാമത്തെ തെറ്റ് മൗനതയുണ്ടായി. ഈ മൗനത തെറ്റാണ്. നമ്മൾ ധാരാളം ആളുകൾ ഇപ്പോൾ ഒത്തിരി പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പദങ്ങളുടെ കൂടുതൽ അല്ലെങ്കിൽ ഉപയോഗമാണ്, പദങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. മൗനതയല്ല, മൗനം ഉണ്ടായി. വേഗത, ഈ വേഗത ഇപ്പോൾ അനേക സാഹിത്യകാരന്മാർക്ക് വേഗത ഇല്ല മലയാളത്തിലെ. വേഗം, ഐക്യത ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഐക്യതയില്ല, ഐക്യം. അങ്ങനെ ഒട്ടേറെ പദങ്ങൾ ഇപ്പോൾ ഈ നെറ്റിലൊക്കെ എടുക്കുമ്പോൾ ചില ഭാഷാ പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അരോചകമുണ്ടാകാറുണ്ട്. വിരുദ്ധത, അങ്ങനെ പല മലയാളത്തിലില്ല. വിരോധമോ വൈരുദ്ധ്യമോ പറയാം, അല്ലെ വിരുദ്ധതയില്ല. പക്ഷെ അത് സാഹിത്യകാരന്മാർ പോലും പറയുക, സാഹിത്യകാരന്മാരുടെ പ്രയോഗം അവർ ചെയ്യുക. ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞ് എന്നെ ശീലിച്ചുകൊണ്ട് സംഭവിച്ചതാകാം. അതുപോലെ തന്നെ ഉപദേശിമാർ, ഞാനങ്ങനെ പറയാൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും, വരുവാൻ തക്കവണ്ണം ഇടയാറ്റി എന്ന് പറയാമല്ലോ. ഇടയ്ക്ക് തക്കവണ്ണം വേണോ? ഈ തക്കവണ്ണം എന്ന പദം ഉപയോഗിക്കാം, സോദാറ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തതും എല്ലാം ഈ തക്കവണ്ണം പ്രയോഗിക്കുക. പിന്നെ ചില പ്രാദേശിക പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കോട്ടയത്തിന്റെ സമീപപ്രദേശമാണ് ഈ പാലായി പോലും എപ്പോഴാ ഏറ്റം ചോദിക്കും, എഴുന്നേറ്റെന്ന് ചോദിക്കുന്നത്. കോട്ടയംകാരാ പാലക്കാര്, അവരും പറയാം എപ്പോഴാണ് എഴുന്നേറ്റെന്ന് ചോദിക്കും, ഏറ്റെന്ന് ചോദിച്ചത്. അതുപോലെ തന്നെ ഈ പദം തന്നെ തിരുവനന്തപുരത്ത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴാണ് എഴുതിച്ചെന്ന് ചോദിക്കും. എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്നത് എഴീക്കുക, ചിലയിടത്ത് എണീക്കുക. അത് പിന്നെ ഒരു സാധാരണ പ്രയോഗമാണ്. അപ്പൊ നമ്മള് പ്രസംഗീയന്മാര് വളരെ സസൂക്ഷ്മം ഈ പദങ്ങൾ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയുടെ ഇപ്പോൾ തിരുവനന്തപുരക്കാരിയാണ്. കൊട്ട എന്ന പദം അവിടെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. നമ്മളിപ്പോ ഈ കൊട്ട എന്നൊക്കെ പറഞ്ഞ് ശീലമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ കൊട്ടയെന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഈ പൂള എന്ന പ്രയോഗം, ഇത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. തൃശ്ശൂര് കപ്പയ്ക്ക് പൂള എന്നാണ് പറയുന്നത്. അത് കോട്ടയത്തേക്ക് വരുന്ന കപ്പയായി, കൊല്ലത്തേക്ക് വരുന്ന ചീനിയായി, തിരുവനന്തപുരത്ത് മരച്ചീനിയാവും. പിന്നെ ചിലയിടത്ത് കൊള്ളിയെന്നും അങ്ങനെ ഉണ്ടാവും. തൃശ്ശൂര് കൊള്ളി. അപ്പൊ ഈ പദങ്ങള് എല്ലാം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പദങ്ങൾ ചിലത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നേരത്തെ കൊട്ടയെന്ന് പറഞ്ഞതുപോലെ തന്നെ പൂള എന്ന പദം തിരുവനന്തപുരത്ത് ഉപയോഗിക്കാൻ പറ്റിയ പ്രയോഗമല്ല. അപ്പൊ നമ്മൾ ഈ പ്രസംഗീയന്മാര് എന്താണ് പ്രയോഗത്തിലിരിക്കുന്ന ഭാഷയെന്നും എന്താണ് സഭ്യമല്ലാത്ത ഭാഷയെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പ്രയോഗിക്കാൻ. ഇപ്പോൾ ചില ഉച്ചാരണങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ആ ഉച്ചാരണങ്ങൾ കേൾക്കുമ്പോൾ വളരെ അരോചകമായി തീരും. സഭയിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, മേഘാരൂഢനായി വരുന്ന കർത്താവ് എന്നാ പറയുന്നത്. എല്ലാവരും മേഘാരൂഢനായി വരുന്ന കർത്താവ് എന്ന് പറഞ്ഞാലേ പ്രസംഗത്തിന് പ്രൗഢി ഉണ്ടാകുള്ളൂ. കാരണം ഈ സംസ്കൃത പദങ്ങൾ ഒട്ടേറെ ഉപയോഗിച്ചിട്ടുണ്ട്. മണിപ്രവാള ശൈലി ഒരു കാലത്ത് നമുക്ക് അറിയാമല്ലോ. മണിപ്രവാള ശൈലിക്ക് ശേഷം പിന്നീട് ഈ തനി മലയാളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ അനേക സാഹിത്യകാരൻ മുൻപോട്ട് വന്ന് അതിലൊന്നാണ് നമ്മുടെ ചങ്ങമ്പുഴ. തനി മലയാള ശൈലി എഴുതുന്ന ഒരാളാണ്. കുമാരനാശാൻ പോലും ഒരു തരം മണിപ്രവാള ശൈലിയാണ്. അനേക സംസ്കൃത പദങ്ങൾ, നമ്മുടെ സൈമൺ സാർ തന്നെ ഒട്ടേറെ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്നല്ല, സംസ്കൃത പദത്തിന് ഒരു പ്രൗഢിയുണ്ട്. ചില പദങ്ങൾ സംസ്കൃത പദങ്ങൾ തന്നെ ചേർക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഡോക്ടർ എന്ന ഇംഗ്ലീഷ് പദം, ആ പദത്തിന് മലയാളത്തിലെ വിവർത്തനം വൈദ്യൻ എന്നാണ്. പക്ഷെ ഇംഗ്ലീഷ് ഡോക്ടർ വൈദ്യൻ എന്ന് പറഞ്ഞാൽ
അയാൾക്ക് ഇഷ്ടപ്പെടുകയല്ല. കാരണം ഈ വൈദ്യൻ ആരാണ്? ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹത്തെ വേണമെങ്കിൽ ഭിഷഗ്വരൻ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. സംസ്കൃതം പറഞ്ഞാൽ കുഴപ്പമില്ല, ഇംഗ്ലീഷ് പറഞ്ഞാലും കുഴപ്പമില്ല. തനി മലയാളത്തിൽ പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വ്രതകാരുടെ, ഞാനിപ്പോൾ കുറ്റപ്പെടുത്തുകയല്ല, വ്രതകാരുടെ ഇടയിൽ ഏറ്റവും പ്രചാരമായ പ്രയോഗമാണ് മൂപ്പൻ. എൻ്റെ വീക്ഷണത്തെ മൂപ്പൻ പദം എടുത്ത് കളയണം നമ്മൾ വ്രതകാര്. മൂപ്പൻ എന്ന് പറഞ്ഞാൽ 3 മൂപ്പന്മാരുണ്ട്. ഒന്ന് ആദിവാസി മൂപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഒരു തലപൊട്ടുകാരനായ അയാൾ മൂപ്പനാ. പിന്നെ മുതുക്കന്മാരുണ്ട്, വയസ്സന്മാർ, അതിലേത് മൂപ്പനാ വ്രതകാരൻ മൂപ്പൻ. കാരണം ഞാനീ പറഞ്ഞത് ആ പ്രയോഗം, ഈ മൂപ്പൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഏതോ വയസ്സൻ ആണെന്നുള്ള പ്രതീതി ഉണ്ടാകും. അപ്പൊ അതിന് പകരം എൽഡർ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്ത് കുഴപ്പമുണ്ടോ? ഈ പാസ്റ്ററിന് ഇടയെന്ന് പറയാറില്ലല്ലോ, പാസ്റ്റർ എന്നാ പറയുന്നത്. അപ്പോൾ അതിന് പകരം എൽഡർ എന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പം? ഇംഗ്ലീഷ് ചില പദങ്ങൾക്ക് കുറച്ചും കൂടെ ആഢ്യത്വമുണ്ട്. ചില ഇംഗ്ലീഷ് പദങ്ങൾ പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല. ചിരപരിചിതമായ ഒട്ടേറെ പ്രയോഗങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡെസ്ക്, ബെഞ്ച്, ഇതൊക്കെ മാറ്റാൻ പറ്റുമോ? സ്വിച്ച് എന്ന പദത്തിന് വിദ്യുച്ഛക്തി ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്നാണ് ഈ മലയാളത്തിൽ കൊടുക്കുക. അങ്ങനെ ആരെങ്കിലും പറയുമോ? പിന്നെ കൊതനാങ്കമുണ്ട്, ബോയിലിംഗ് പോയിന്റ്, അങ്ങനെ ഒട്ടേറെ ഉപയോഗിച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല, ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ പദപ്രയോഗങ്ങൾ മലയാളത്തിലുള്ളത് ഒരുപക്ഷെ നമുക്ക് പരസ്യമായി പ്രയോഗിക്കാൻ കഴിയാത്തതാണ്. അതിന് പകരം ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ മാറ്റം ഉണ്ടാകും. 16-ാം നൂറ്റാണ്ടാണല്ലോ ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേഷം പരിചയപ്പെട്ടേ. അന്ന് ഈ ഫേസിന്, മുഖത്തിന് കൗണ്ടനൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൗണ്ടനൻസ് സാധാരണ പ്രയോഗത്തിൽ ഇല്ല. യുവർ സിറ്റിസൺഷിപ്പ് ഇൻ ഹെവൻ എന്നുള്ളതിന് യുവർ അതിന് കൊടുത്തിരിക്കുന്നത് എന്തറിയാമോ? അതിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് അറിയാമോ? യുവർ കോൺവെർസേഷൻ ഈസ് ഇൻ ഹെവൻ. കോൺവെർസേഷന്റെ അർത്ഥം എന്താണ്? സംഭാഷണം. പക്ഷെ അവരുദ്ദേശിക്കുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പ്. അതുപോലെ തന്നെ മീറ്റ് ഓഫറിംഗ്, ലേവ്യ പുസ്തകത്തിൽ ആ മീൽസ് ഓഫറിംഗോ മീൽ ഓഫറിംഗോ പറയാൻ മീറ്റ് ഓഫറിംഗ് ഇറച്ചിയല്ലത്. അക്കാലത്ത് ശരിയായിരിക്കാം, ഈ 16-ാം നൂറ്റാണ്ടിലൊക്കെ ശരിയാ. അതിന് അതുപോലെ തന്നെ ബൈബിളില് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില് കുല ചെയ്യരുന്നുണ്ട്. കുല എന്ന് പറഞ്ഞാൽ വാഴക്കുലയാ. വാഴക്കുല ചെയ്യുന്നർത്ഥം കൊല ചെയ്യരുത് തന്നെ പറയണം. ആ കൊല, അതിന് ബൈബിൾ ഓർത്തുകൊണ്ട് പ്രസംഗിക്കുന്നതൊക്കെ കൊല തന്നെ അങ്ങ് പറയുക. ആ പ്രയോഗം മാറിയെന്ന് ഈ പ്രസംഗികന്മാർ മനസ്സിലാക്കുന്നില്ല. അല്ല, അത് കണി എന്ന് എഴുതുകയാണെങ്കിലും ഉച്ചരിക്കുമ്പോൾ കെണി എന്ന് പറയണം. ബലം എന്ന് പറയല്ലോ, ബലം നിന്നിലുള്ളോൻ ഭാഗ്യം നിറഞ്ഞോൻ, ബലം എന്ന് എഴുതുന്നേ. അപ്പൊ ചില മലയാള പദങ്ങള് ഉച്ചരിക്കുമ്പോൾ ആ എഴുതുന്ന പോലെയല്ല ഉച്ചരിക്കുന്നത്. ഇംഗ്ലീഷ് പദങ്ങളാണെങ്കിൽ എഴുതുന്നതുമായിട്ട് പലപ്പോഴും യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല. എന്നാൽ മലയാള പദങ്ങൾ മിക്കതും ഉച്ചരിക്കുന്ന പോലെയാണ് എഴുതുന്നത്. അതിന് അപവാദങ്ങളാണ് ഈ പറഞ്ഞത്. ഈ കണി, ബലം എന്ന ഒട്ടേറെ പദങ്ങളുണ്ട്. അതിന് അല്ലാത്തതൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഉച്ചരിക്കണം. പിന്നെ ചില തർജ്ജമകൾ അത് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക്, ഹീബ്രു ഭാഷകൾ മനസ്സിലാക്കണം. എല്ലാവരും ഗ്രീക്ക് ഭാഷ പഠിക്കണമെന്ന് അർത്ഥമല്ലേ പറഞ്ഞത്. ഉദാഹരണത്തിന്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, ഒരു തരം വാച്യാർത്ഥമാണത്. ഏകദേശം ഗ്രീക്ക് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീക്ക് കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഈ എഴുത്തുകാരൻ യോഹന്നാനാണ്. യോഹന്നാൻ ഈ ഗ്രീക്ക് ഭാഷയിൽ പണ്ഡിതനോ ഒന്നും അല്ല, സാധാരണ ശൈലി എഴുതിയിരിക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു ധ്വനി ഉണ്ടതിന്. പക്ഷേ അത് തർജ്ജമക്കാര് അങ്ങനെ മരിക്കുന്ന മൃതന്മാരെന്ന് പറയുമോ? മരിക്കുന്നവര് പിന്നെ മരിക്കുന്ന ഭർത്തന്മാർ, അത് ഈ മരണ വീടുകളിലൊക്കെ സുവിശേഷന്മാർ എടുത്തിട്ട് പ്രസംഗിക്കുക. ഭാഷ അറിയാവുന്ന ആളുകൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന അല്ലേം തോന്നിക്കുകയില്ലേ? അപ്പോൾ ഒട്ടേറെ ആവർത്തനങ്ങൾ നമ്മുടെ പ്രയോഗങ്ങളിൽ
ഭാഷാപ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഭാഷ അവർ എഴുതിയപ്പോൾ വന്നാറ്, പോയാറ്, ചെന്നാറ് എന്നൊക്കെ അന്ന് 200 നൂറ്റാണ്ടിനും അല്ലെങ്കിൽ 200 വർഷം മുമ്പ് അങ്ങനെ ഉപയോഗിക്കാമായിരുന്നു. വാങ്ങിപ്പോയപ്പോൾ അന്ന് പ്രയോഗിക്കാം. പക്ഷെ ഇന്ന് ആ പ്രയോഗങ്ങൾ നിലവിലില്ലാത്ത പദങ്ങൾ കഴിവതും ഉപയോഗിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ ആധുനികമായ ഉദാഹരണത്തിന് ബൈബിളിൽ ചില നല്ല തർജ്ജമകളുണ്ട്. ഉദാഹരണത്തിന് ആദം ഹൗവയെ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് ഒരു നല്ല പ്രയോഗമാണ്. അതിനിപ്പോൾ ചിലടത്ത് പരിഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. ആധുനിക ഭാഷ ഇതൊന്നുമല്ല, പ്രാപിച്ചു എന്നാണ് കൊടുക്കുന്നത്. അതിനും കുഴപ്പമില്ല. അപ്പൊ അറിഞ്ഞു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സഭ്യമായ പ്രയോഗമാണ്. അപ്പൊ അത് സുവിശേഷകന്മാർ പ്രയോഗിക്കുമ്പോൾ അറിഞ്ഞു തന്നെ പ്രയോഗിക്കുകയായിരിക്കും നല്ലത്. ബൈബിളിൽ പരിഭാഷകന്മാർ ഒരുപക്ഷെ വളരെ സസൂക്ഷ്മമായി പരിഭാഷപ്പെടുത്തിയപ്പോൾ ഉപയോഗിച്ച ചില പ്രയോഗങ്ങളാണത്. അതേസമയം അവര് വിവേചനമില്ലാതെ ചിന്തിക്കാതെ ഒട്ടേറെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഈ മലബാർ പ്രദേശത്തുള്ള ആളുകളെ സ്വാധീനിച്ചാണല്ലോ ഗുണ്ടട്ട് തർജ്ജമ ചെയ്ത്. ആദ്യം തർജ്ജമ ചെയ്ത് ബെയിലി മധ്യതിരുവിതാംകൂർ ഭാഷയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് മധ്യതിരുവിതാംകൂർ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ പേറ്റുക എന്നാ പറയുന്നത് ഇല്ലേ? അത് ആണ് ഈ ലേവ്യ പുസ്തകത്തിൽ പേറ്റുക എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സങ്കീർത്തനത്തിൽ കാറ്റ് പാറ്റുന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം മലബാറുകാരത് തർജ്ജമ ചെയ്യുന്ന. ഇപ്പൊ കുടി എന്ന് പറയുന്ന അർത്ഥം കുടിക്കുക എന്നല്ല, വീട്, കുടിൽ. തൃശ്ശൂർ എങ്ങനെ ഉപയോഗിക്കുമോ? തൃശ്ശൂർ കുടി ഉപയോഗിക്കുമോ? തൃശ്ശൂരിന് അപ്പുറത്തേക്ക് മലപ്പുറത്തെല്ലാം കുടിയാണ്. കുടി പോവാന്നാ പറയുന്നത്. അത് വീട് എന്നർത്ഥമില്ല. ഇപ്പോൾ അത് ആ മലബാറിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ വീടെന്ന് പറയുന്നതിന് പകരമാണ് ഒരു കുടി എന്ന് പറയും. അപ്പോൾ ഒട്ടേറെ പ്രയോഗങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്തി നാം പ്രയോഗിക്കുകയും എഴുതുകയും ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ബൈബിൾ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനം എഴുതിയപ്പോൾ ഞാൻ വെളിപ്പാട് എന്നുള്ള ഒരു എഴുതിയത്. ഇതൊരു പെന്തക്കോസ്ത് ഭാഷ കൊണ്ട് എന്നോട് വളരെ കോപിച്ചാ പറഞ്ഞ് ബൈബിളിലെ ഭാഷ മാറ്റി. ഞാൻ പറഞ്ഞു സാഹിത്യ ഭാഷയിലെ ഇപ്പോൾ ഇരട്ടിപ്പും അധികാരവും പലതും ഒഴിവാക്കിയിരിക്കുക. മാധ്യമം എന്നുള്ളത് ദഹനവും മേലോട്ട് ദായം കൂട്ടിച്ചേർത്ത് ഇപ്പൊ ഇല്ല, വെറും മാധ്യമം മാത്രമേ ഉള്ളൂ. അതെ അങ്ങനെ എഴുതുള്ളൂ. മധ്യസ്ഥൻ എന്ന പദപ്രയോഗം എന്താ? മധ്യസ്ഥൻ അതിന്റെ നിന്ന് വന്നതാണ് മാധ്യമം. അതെ, ശരി. അത് ശരിയാണെങ്കിലും അത് ഇരട്ടിപ്പ് അധികാരം പലതും ഒഴിവാക്കുകയാണ്. അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യിക്കാം. നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചോദിക്കാതിരിക്കുകയാണ്. ചോദിച്ചു നന്നായി. അങ്ങനെ ചോദിച്ചോളൂ. അപ്പൊ മാധ്യസ്ഥൻ അല്ലേ? അപ്പൊ അത് ഈ ഇരട്ടിപ്പ് അത് പലപ്പോഴും ഒഴിവാക്കുക. ഉദാഹരണത്തിന് ആഢ്യം മേലോട്ടിങ്ങോഢ്യം ചേർക്കണം. പീഡനം എന്ന് പറയല്ലോ. അത് ഒഴിവാക്കുകയാണ്. സാഹിത്യം ഒഴിവാക്കണമായിരുന്നു ഞാൻ പറയുന്നത്. ചില പദങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അതൊട്ട് നമ്മൾ പ്രയോഗത്തിലില്ലതോ. ആഢ്യം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഢായിട്ടിട്ട് ഒരു കുനുപ്പൂടെ ചേർത്ത് ആഢ്യം ചേർക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്ര അത് ഇന്ന് കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യം മതി. അല്ല, അത് ഈ ഗ്രീക്കില് അതിൻ്റെ ഒരു ധ്വനി വരുന്നുണ്ട്. പക്ഷെ അത് ഈ ധ്വനി വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ടതില്ല. ചില പ്രയോഗങ്ങൾ, ഉദാഹരണം ആമോസിന്റെ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം പുതിയ തർജ്ജമയുണ്ട്. അതിനകത്ത് കൊടുത്ത് ഇങ്ങനെയാണ്: കർത്താവ് കഴുതപ്പുറത്തും കുട്ടിയുടെ പുറത്തും. അതെ, അത് ഒരു കോമ ഇട്ടിരുന്നെങ്കിൽ ഒരു ഒട്ടവും ഇല്ലായിരുന്നു. കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് ഒന്ന് തന്നെയാ. അത് വിട്ടുപോയി. ചെറിയൊരു കാര്യമുള്ളൂ. ഈ കോമയ്ക്ക് വലിയ അർത്ഥമുണ്ടല്ലോ അല്ലേ? പണ്ടൊരു ജഡ്ജ്മെന്റ് കേട്ടുണ്ടായിരിക്കുമല്ലോ. ജഡ്ജ്മെന്റിനകത്ത് ജഡ്ജി വിധിക്കുകയാണ്, ഹാങ് ഹിം ലെറ്റ് ഹിം നോട്ട് ഗോ. അതിനകത്ത് കോമമാര് ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. ആ കോമ ഇടാൻ മറന്നുപോയി, മാറിപ്പോയി. വക്കീൽ വിദഗ്ധനായിരുന്നു.
വക്കീല് പറഞ്ഞു ജഡ്ജി അയാളെ തൂക്കിയിട്ടങ്ങ് വിട്ടേക്കാൻ, ലെറ്റ് ഹിം ഗോ. കോമ നോട്ടിന് പകരം അങ്ങോട്ടായി ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ, ഹാങ് ഹിം കോമ നോട്ട് ലെറ്റ് ഹിം ഗോ എന്ന് വേണ്ടിയായിരുന്നു. അപ്പോൾ കോമ എന്ന പദത്തിന്റെ അർത്ഥം ചൂണ്ടിക്കാണിക്കാൻ ഈ ദൃഷ്ടാന്തം സാധാരണ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ആമോസിന്റെ പുസ്തകത്തിലെ ആ ഒരു കോമ ഇട്ടിരുന്നെങ്കിൽ അർത്ഥം കൂടുതൽ. ഒത്തിരി ഞാൻ ഈ തർജ്ജമയെക്കുറിച്ച് ഒത്തിരി പറയാനല്ല, നിങ്ങൾക്ക് ചോദിക്കാൻ, നിങ്ങൾക്ക് ഒരു ചോദിച്ചു. ഞാൻ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് കരുതരുത്. അത് വളരെ ലളിതമായി ഈ ഒരു സാഹിത്യ സല്ലാപ വേദിയിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അടൂർ യശശരീരനായ നമ്മുടെ മധ്യത്തിലെ പ്രാതസ്മരണീയനായ ഔറാച്ചനപ്പച്ചനെ പുരസ്കരിച്ച് JC ദേവ് സാർ ഒരു വിശിഷ്ട കൃതി രചിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഡോക്ടർ OJ ജോൺ സാർ എഴുതിയ ഒരു വളരെ ചിന്തനീയമായ ഒരു ചോദ്യശരം ഇട്ടുകൊണ്ട് AD 52 സംബന്ധിച്ചൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ തുടികൊള്ളുന്ന ആവേശം മുഴുവനും പകർന്നു വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ശൈലിയും ഭാഷയും എഴുത്തിൻ്റെ രീതിയും ഉപയോഗിക്കുന്ന വാക്യഘടനയ്ക്കും ഉണർവും ചൈതന്യവും വർദ്ധിക്കും. ഞാൻ സാറിൻ്റെ പുസ്തകം ഒരു രാത്രിയിലിരുന്നിട്ട് അത് വായിച്ചു തീർക്കാതെ താഴെ വെക്കാൻ തോന്നിയില്ല. അപ്പോൾ അതുപോലെ മലയാള ഭാഷ ശൈലി JC ദേവ് സാറിനും സ്വായത്തമാക്കാൻ കഴിഞ്ഞ പരന്ന വായന കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും സ്വതസിദ്ധമായ ഒരു ശൈലിയിലേക്ക് വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് എന്ന് പറയാവുന്ന ഒരു രംഗം ഈ സാഹിത്യകാരന്മാർക്ക് ദൈവം നൽകി എന്നുള്ളതാണ് ഞാൻ എടുത്തു കാട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് എൻ്റെ ഒരു വിനയാന്വിതമായ അഭ്യർത്ഥന ഡോക്ടർ OJ ജോൺ അവറുകളോട്, വാമൊഴിയും വരമൊഴിയും അങ്ങനെ ഒരു പുസ്തകം സെക്കുലർ സാഹിത്യ രംഗത്താണ് രചിക്കേണ്ടത്. പക്ഷേ പ്രേക്ഷിത ദൗത്യത്തിൽ പദം ചവിട്ടി നിൽക്കുന്ന ഇതുപോലെയുള്ള സാഹിത്യകാരന്മാർ, അവർക്ക് മാത്രം കഴിഞ്ഞ ഒരു രംഗമാണ് ഞാൻ ഈ സൂചിപ്പിച്ച നിലയിലുള്ള എഴുത്തുകൾ. അതുകൊണ്ട് ഞാൻ മൈക്ക് ഡോക്ടർ OJക്ക് ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നിർത്തുകയില്ല. കാരണം ഇത് മുഴുവൻ ഇങ്ങനെ അട്ടിയടുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സല്ലാപത്തിൽ ഒരു റിക്വസ്റ്റ് സാറിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ പറയുന്നു. അടുത്ത ഒരു വോളിയം, ഇപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ എഴുത്ത് ഭാഷയിൽ തന്നെയാണ് സാറ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനും ഒരു ലഘുകൃതിയായി വെളിച്ചം കാണണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ നിർണയിച്ച സമയമനുസരിച്ച് ഏറെക്കുറെ അവസാനിപ്പിക്കേണ്ട രംഗമായി. എങ്കിലും 2 സുപ്രധാന കാര്യങ്ങൾ കൂടെ നാം ഈ സാഹിത്യ സല്ലാപത്തിൽ വിലയിരുത്തുന്നു. നമ്മുടെ ചുവട് മറക്കാതെയുള്ള ഒരു ഒഴുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിൽ തന്നല്ലോ. മിസ്റ്റർ MV ബാബുചാൻ അവറുകളോടാണ്. ഇന്ന് നാം വന്നെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷീകരണത്തിൻ്റെ വെല്ലുവിളികൾ വളരെയാണ്. നിങ്ങളൊക്കെ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മേഖലകളിൽ ഈ അടുത്ത നാളുകളിലൊക്കെ യാത്ര ചെയ്തതുകൊണ്ടും ഒരു കോളിളക്കം സൃഷ്ടിച്ച ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ തന്നെ അവയൊക്കെ നേരിൽ അറിയാവുന്നത് കൊണ്ടും ഇന്നിപ്പോൾ വന്നെത്തിയിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം കൊണ്ടും നമ്മുടെ പ്രത്യേകിച്ച് കേരളക്കരയിൽ ഇന്നലെ പുറത്തിറങ്ങിയ സുവിശേഷ ധ്വനിയിൽ നമുക്കൊരു ഏകീകൃത കേന്ദ്രീകൃത ഭരണ സംവിധാനമൊന്നും അല്ലെങ്കിൽ സമൂഹത്തിലോ ഭരണതലത്തിലോ വാക്ക് പറയാനും നമ്മളെപ്പോലെയുള്ള മുന്നേറ്റങ്ങൾക്ക് ഒരു സ്വാധീനത ചെലുത്താനും കഴിയാത്ത ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോഴെന്ത് വേണം എന്നുള്ളൊരു ചോദ്യചിഹ്നം സുവിശേഷ ധ്വനിയുടെ എഡിറ്റോറിയലിൽ കണ്ടു. ശ്രീ ബാബുചാൻ, we have so many challenges, especially facing nowadays. And what would be your solutions in the context of present day India? In brief words, or if you want to have explanation, kindly. Because ഇത് ഇനി ഒരു വിസ്തൃതമായ അളവിൽ 100 കണക്കിന് നമ്മുടെ യൂത്ത്സിലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു സല്ലാപമാണ്.
അത് നെടുങ്ങാടപ്പള്ളിയിലെ ഈ വീട്ടിൽ തന്നെ കർത്താവ് നൽകി എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ വന്നീ നിൽക്കുന്ന നിമിഷം വരെ പങ്കെടുക്കുന്നവരും മുൻകൂർ നിർണയിച്ചതല്ല, പക്ഷെ അവരും ഫാമിലിയായിട്ടെത്തി. അതുകൊണ്ട് ചോദ്യം വ്യക്തമായെന്ന് കരുതുന്നു. മിസ്റ്റർ ബാബുച്ചൻ. ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് രാജൻ തോമസ് അവരുടെ കൂടെ ഞാൻ സഹായം തേടും. കാരണം കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടാണ് നോർത്ത് ഇന്ത്യയിൽ ഈ അടുത്ത സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് പോയത്. സുവിശേഷീകരണത്തിൻ്റെ പ്രമേയം ഒന്ന് തന്നെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അതാണ് അതിൻ്റെ പ്രമേയം. എന്നാൽ മെത്തേഡ്, മാർഗം അതിന് 1-ാം നൂറ്റാണ്ടിൽ ഉള്ള അതേ നിലയിലല്ല. ഇന്ന് കാലം മാറി വരുമ്പോൾ, സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ, ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ, ജനങ്ങളുടെ സംസ്കാരത്തിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ, നമ്മുടെ അവതരണ രീതിക്കും വ്യത്യാസമുണ്ടാകണം, മെത്തേഡിന്, മാർഗത്തിന് വ്യത്യാസം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ജനങ്ങളെ സമീപിക്കുവാനും അവരെ സ്വാധീനിക്കുവാനും സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ നോർത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് നോർത്ത് ആൻഡ് സൗത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ജനസമൂഹത്തെ സ്വാധീനിക്കുവാൻ, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവർക്ക് പ്രയോജനകരമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിലേ മതിയാകുള്ളൂ. ഒന്നുകിൽ ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ക്ലിനിക്ക്. ഇപ്പോൾ ഹരിയാനയിലെ ഒരു, ഞാൻ പേര് പറയുന്നില്ല, ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു നേഴ്സാണ്. അവർ എന്നിട്ടൊരു ചെറിയ ക്ലിനിക്ക് അവിടെ ആരംഭിച്ചു. ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. അപ്പം ആ ക്ലിനിക്ക് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോക്ടറെ ഹയർ ചെയ്തു. ഈ സഹോദരനെ നേഴ്സാണ്. അപ്പോൾ അനേക രോഗികൾ അവിടെ ചെല്ലുന്നു. അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരമുണ്ടാകുന്നു. അവരിൽ പലരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ സഭയിലേക്ക് വരുവാനായിട്ടിടയായി. അത് ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ആതുര ആലയം, അതെ, 4 വർഷം കൊണ്ട് 120 പേര് അവിടേക്ക് വന്നു. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. മറ്റൊന്ന്, ഒരു ചെറിയ സ്കൂള്. ഈ സമൂഹത്തെ സ്വാധീനിക്കുവാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് കേവലം സുവിശേഷീകരണം എന്നുള്ള ഒരു ഹിഡൻ അജണ്ട എന്ന് മാത്രമല്ല, ആ സമൂഹത്തെ നമ്മൾ സഹായിച്ചേ മതിയാകുകയുള്ളൂ. ക്രിസ്തു അതാണ് പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിൽ വിശക്കുന്നവർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കാൻ പറഞ്ഞു. പലസ്തീനായിൽ 3.5 വർഷം നെടുകയും കുറുകയും നടന്നപ്പോൾ കേവലം വാക്കുകൾ മാത്രമല്ലായിരുന്നു, പ്രവൃത്തി ഉച്ചത്തിൽ സംസാരിച്ചു. അതുകൊണ്ടാണ് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ ഇടയായത്. പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന മെസ്സേജിന്, ഇപ്പോൾ ഭാഷയുടെ കാര്യം പറഞ്ഞല്ലോ, ഒത്തിരി വ്യത്യസ്തത ഉണ്ടായിരിക്കണം. 50 വർഷം മുമ്പോ 100 വർഷം മുമ്പ് പറഞ്ഞ ഭാഷയിൽ ഇന്ന് പറയാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന അനുവാചകര് ഇന്നത്തെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ AI ക്യാമറയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3.5-4 വയസ്സുള്ള കുട്ടിക്ക് പോലും ഇതറിയാം. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഇപ്പോഴും പഴയ ഒരു പ്രസംഗത്തിൻ്റെ, ഞാൻ പറഞ്ഞത് പ്രമേയം ഒന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ ഈ കുഞ്ഞിനോട് അവനെ കൂടെ സംവേദനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളത് കൊടുക്കുവാൻ. പിന്നെ ഇവർ ക്രിയാത്മകമായിട്ട് അവരെ സമീപിക്കണം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും വേർപെട്ട സമൂഹം കൂടുതലും ടീം പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏത് സ്ഥലത്തും ഒരു സുവിശേഷകൻ അവിടെ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. ആ സമൂഹവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരിക്കണം. അവിടെയുള്ള ആളുകളുടെ കൾച്ചറ്, അവരുടെ സ്വഭാവം, അവരുടെ പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ ഡീൽ ചെയ്ത് അവരുമായിട്ട് പെട്ടെന്നൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിനൊരു വാഹനമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ആ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അവരെ സഹായിക്കുന്നു. അവരോട് തീർച്ചയായിട്ടും സുവിശേഷം പറയുവാൻ എതിർപ്പുണ്ടാകത്തില്ല. അല്ലാതെ പെട്ടെന്ന് കാടടച്ച് വെടിവെച്ച് ഒരു സ്ഥലത്തോട്ട് ചെന്ന് ഒരു വലിയൊരു ടീം അങ്ങ് ഇറങ്ങുന്നതിന് മുമ്പ് പോലീസ് വരും, പറഞ്ഞ മനസ്സിലാവും. അപ്പം ഒരു വ്യക്തിക്ക് അവിടെ നിന്നുകൊണ്ട് സമൂഹത്തെ സ്വാധീനിക്കുവാൻ സാധിക്കും. വളരെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, അന്നത്തെ മിഷണറിമാർ ചെയ്തതുപോലെ അവർ നമ്മുടെ ഗ്രാമങ്ങളുടെ ഭാഗമാകണം, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാകണം. നമുക്കറിയാം
ഈ വെല്ലൂരെ മെഡിക്കൽ കോളേജൊക്കെ അങ്ങനെ ആരംഭിച്ചതാണ്. തമിഴ്നാടിൻ്റെ സുവിശേഷീകരണത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് വെല്ലൂർ മെഡിക്കൽ കോളേജ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് വളരെ മനഃപൂർവ്വമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കുവാനായിട്ടുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ക്രിയാത്മകമായിട്ട് അതുപോലെ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്ന വ്യക്തികളായിരിക്കണം. ഞാൻ ജീവിക്കുന്ന സമൂഹവുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ എനിക്ക് സുവിശേഷം പറയാനായിട്ട് സാധിക്കുന്നത്? ഉപദ്രവം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഒരു വലിയ ഒരു കൊമോഷൻ നമ്മൾ കാണിക്കുമ്പോൾ, ഒരു വലിയ ബഹളം സുവിശേഷം അറിയിക്കുന്നു, ഞങ്ങൾ ഇതാ വരുന്നു എന്നും പറഞ്ഞൊരു ബഹളം വെച്ചാൽ അതിന് മുമ്പ് അതിനെ എതിർക്കാൻ അവർ തയ്യാറാകും. എന്നാൽ വളരെ രഹസ്യമായിട്ട് വേണം കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടത്. നമ്മുടെ കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. ഒരു കാരണം, ഒരു വ്യക്തിത്വത്തിൻ്റെ പിന്നാമ്പുറം വളരെ ശ്രദ്ധേയമാണ്. ദോഹയിൽ ഔദ്യോഗിക രംഗത്തായിരിക്കുമ്പോഴും ബാബുച്ചാൻ പരിതസ്ഥിതിയോട് എങ്ങനെ സമീപിച്ചു എന്നുള്ളത് ഒരല്പമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേക ഗെയിമുകളൊക്കെ അവിടെ ക്രമീകരിക്കുകയും നല്ല നല്ല കോണ്ടാക്ട്സുകൾ ഉന്നത നിലയിൽ സ്വാധീനിച്ചുകൊണ്ട് നേടുകയും ചെയ്തു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിൽ വന്നപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ ബാബുച്ചാൻ്റെ ഒരു കാഴ്ചപ്പാടും മുൻപോട്ടുള്ള നീക്കവും മറ്റാരും അറിയാതെ പലരുടെയും പിന്നിൽ നിൽക്കുക, പിന്നാമ്പുറത്ത് നിന്ന് കൈത്താങ്ങൽ ചെയ്യുക, അങ്ങനെയുള്ള 1-2 രജിസ്റ്റേർഡ് മിനിസ്ട്രികൾ തന്നെ ബാബുച്ചാൻ്റെ പിന്നാമ്പുറത്തുണ്ട്. അപ്പോൾ അതോട് ചേർന്ന ശ്രീ രാജൻ തോമസ് അവറുകളും ഈ അടുത്ത നാളുകളിൽ അവരൊരു ടൈപ്പിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതൊരു മാനുഷികമല്ല, അഗബോസ് പ്രവചിച്ചതുപോലെ ഒരു ദൈവികം തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് മാത്രമല്ല, നോർത്ത് വെസ്റ്റും ഇവരുടെ കാൽച്ചുവടുകളിലേക്ക് അടുത്തടുത്ത് വരുവാനായി സംഗതിയായി. അടുത്ത ചോദ്യത്തിൽ ശ്രീ രാജൻ തോമസ് അവറുകൾക്ക് ഇതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എന്നാൽ ഞാൻ ഇപ്പോൾ ശ്രീ ജോൺ പോൾ അവറുകളും അനിൽകുമാർ അവറുകളും അതുപോലെ തന്നെ നമ്മുടെ ജോൺ പണിക്കർ അവറുകളും ഉണ്ടല്ലോ. ബാബുച്ചാൻ ഇപ്പോൾ ഉത്തരം തന്ന ആ ചോദ്യം, നമ്മുടെ മുമ്പിൽ പല വെല്ലുവിളികളുണ്ട്, അതിൻ്റെ ഒരു പരിഹാരം സൊല്യൂഷൻസാണ്. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, നിങ്ങൾ മൂവരും. ഞാൻ അടുത്ത ചോദ്യം ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു ഫലകരമായ ചർച്ചയുടെ ഒടുവിലത്തെ രംഗമെന്ന നിലയിൽ രാജൻ തോമസ് അവറുകളോടാണ്. കാരണം അദ്ദേഹം ഭാഗികമായ ഇതിൻ്റെ ഉത്തരം മുൻപ് പ്രസ്താവിച്ചു, വളരെ 1, 2, 3 എന്ന തൊടുകുറിയായി. മറ്റുള്ള ആളുകൾ കേവലം പറയുന്നത് മാത്രമാണോ? ജെ.സി. ദേവ് സാർ ആദ്യം സൂചിപ്പിച്ച വാക്കുകൾ, നമ്മുടെ തനിമയും സ്ഥിരതയും നാം ബോധവാന്മാരാണ്, പക്ഷെ അതിൻ്റെ മുൻപോട്ടുള്ള ഒഴുക്കിൽ നമുക്ക് അപജയമാണോ? ഒരു ശരിയായ വളർച്ചയല്ല. തുറന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഞാൻ ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം. ബ്രദറൻ പ്രസ്ഥാനം ആനുപാതികമായി വളരുകയാണോ അതോ തളർച്ചയാണോ? ഈ ഒരു വിഷയം ശ്രീ രാജൻ തോമസ് അവറുകൾ പങ്കുവയ്ക്കും. പക്ഷേ നിങ്ങളുടെ അതിനോടുള്ള കോൺട്രിബ്യൂഷൻ ഇപ്പോൾ പ്രസ്താവിക്കണം. അവതരിപ്പിച്ച പ്രധാന വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും ഇവരോട് ചോദിക്കാം. ഈ ലാസ്റ്റ് വിലയിരുത്തലിന് രാജൻ തോമസ് അവറുകൾ തയ്യാറാകും. അത് കഴിഞ്ഞ് ഈ സാഹിത്യ സല്ലാപം ഡോക്ടർ ഒ.ജെ. ജോൺ അവറുകളും എം.വി. ബാബുച്ചാനും കൺക്ലൂഡ് ചെയ്യും. പ്രാർത്ഥിച്ച് ജെ.സി. ദേവ് സാറിൻ്റെ ഭവനാങ്കണത്തിലെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സാഹിത്യ സല്ലാപം ഒരു കോർമ്പലിൽ കോർത്ത മീൻ പോലെ ഇതുവരെ ദൈവാത്മാവ് നടത്തി. അതുകൊണ്ട് പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടു ഏൽപ്പിച്ചു കൊടുത്തും നിങ്ങളിലേക്ക് ഞാൻ മൈക്ക് കൈമാറും.